ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് TPA3116 ഒരു സ്റ്റീരിയോ ബോർഡും TPA3116 ഒരു മോണോ ബോർഡുമാണ്. ഈ ഒരു മോണോ ബോർഡിൽ നിന്ന് നമുക്ക് 100 വാട്ടും ഈ ഒരു മോണോ ബോർഡിൽ നിന്ന് ലെഫ്റ്റ് 50 റൈറ്റ് 50 എന്ന രീതിയിൽ നമുക്ക് പവർ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രണ്ട് ക്ലാസ് ഡി ബോർഡുകളാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബോർഡിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. ഗൈസ് കം ഓൺ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബോർഡിനെ പരിചയപ്പെടാം. ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റീരിയോ ബോർഡാണ്, ചെറിയ ക്ലാസ് ഡി ബോർഡാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് വെച്ചാൽ 3116 ഒരു ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ചിപ്പ് സ്റ്റീരിയോ ചിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ നമുക്കിത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇതായി കാണുന്ന ചെറിയ ഹീറ്റ് സിങ്ക് ആണ്. ഈ ഒരു ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു ബോർഡ് തന്നെയാണ്. നമ്മൾ ഈ 24 വോൾട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് മാക്സിമം നമുക്ക് 50 വാട്ട് ലെഫ്റ്റ് റൈറ്റ് 50 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. മാക്സിമം 24 വോൾട്ട്. നമുക്ക് 8 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കുറയും. ഒരു 15 വാട്ട്സോ 10 വാട്ട്സോ ഒക്കെ നമുക്ക് ഈ 8 വോൾട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം അവർ പറയുന്ന വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വോൾട്ട് തന്നെയാണ്. ഇത് ചൈനീസ് പ്രോഡക്റ്റ് ആണ്. ഇതിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നേരെ തന്നെ കൊടുക്കണം. അതായത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് അത് നോക്കിയിട്ട് തന്നെ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് അപ്പോഴേ തന്നെ കംപ്ലൈൻറ്റ് ആയി പോകും. പിന്നെ ഇത് ശരിയാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. ഇത് ശരിയാക്കാൻ പറ്റിയ കാര്യം നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും പോകുന്നത് ഈ ക്ലാസ് ഡി ചിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഡി ചിപ്പ് വളരെ വില കുറവാണ്. ക്ലാസ് ഡി ചിപ്പ് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ആ ഒരു ചിപ്പ് വാങ്ങിയതിന് ശേഷം ഇതിനകത്ത് സോൾഡറിങ് SMD ആണ്. SMD മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു SMD സോൾഡറിങ് ചെയ്ത് ചിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും വർക്കാവും. ഇത് നമ്മുടെ സ്റ്റീരിയോ ബോർഡാണ്. ഈ ഒരു സ്റ്റീരിയോ ബോർഡിൻ്റെ നെയിം വരുന്നത് ഗോൾഡ് A543 സീരീസാണ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. 8 വോൾട്ട് തൊട്ട് നമുക്ക് 24 വോൾട്ട് വരെയാണ് നമുക്കിവിടെ കൊടുക്കാനായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സ്റ്റീരിയോ ഇൻപുട്ട്, അതായത് നമ്മുടെ സ്റ്റീരിയോ ബ്ലൂടൂത്ത് മോഡ്യൂളിൽ നിന്നോ പ്രീ ആംപ്ലിഫയറിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓക്സ് വഴി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി പിന്നെ വരുന്ന TLO74 ഒരു ചിപ്പ് ഇവിടെ വരുന്നുണ്ട്. ആ ചിപ്പ് ഒരു ഗെയിനറായിട്ട് അവർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. കൂടെ തന്നെ ഈ ഒരു 2 പ്രീസെറ്റ് നമുക്ക് ഗെയിൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കൂടെ തന്നെ ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് വരുന്നുണ്ട്. ഈ ഒരു ഹീറ്റ് സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവും. കാര്യം 24 വോൾട്ട് കൊടുക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവും. എന്ന് പറഞ്ഞ് ഫാന് നമ്മൾ ഇവിടെ വയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അത്രയ്ക്കും വലിയ ഹീറ്റ് അല്ല. പക്ഷേ നല്ലൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 വാട്ട് മാക്സിമം 24 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ അത്രയും യൂസ് ചെയ്യാറില്ല. നോർമലി നമ്മൾ 200 വാട്ടിൻ്റെ 300 വാട്ടിൻ്റെ ഒക്കെ ആമ്പ് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഏറിപ്പോയി അതിനകത്ത് 20 വാട്ടോ 30 വാട്ടോ അത്രയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ്. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമല്ലാതെ നമ്മൾ ഈ വീടിനകത്ത് അങ്ങറ്റം പോയി കഴിഞ്ഞാൽ ഒരു 50 വാട്ട് അതിന് മുകളിലോട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ബോർഡ് മതി. ഒരു വീട്ടിനകത്ത് ഇതുപോലത്തെ ബോർഡിൻ്റെ ആവശ്യം തന്നെ നമുക്ക് വരുന്നുള്ളൂ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്. പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. അപ്പം ഇത് ഇപ്പം ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിന് കാരണം ഇത് നമുക്ക് SM ഇലക്ട്രോണിക്സിൽ ഇത് അവൈലബിൾ ആണ്. എനിക്ക് ഈ ഒരു ബോർഡ് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ആമസോണിൽ ഈ ഒരു ബോർഡ് ഏകദേശം 700-800 ആ റേഞ്ചിനകത്തുള്ള ഒരു പ്രൈസ് മണിയാണ് നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 500 രൂപയ്ക്കകത്തുള്ള ഒരു പ്രൈസ് മണിയിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഇപ്പം വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു സഹായമായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഇവിടുത്തെ ക്ലാസ് ഡി ബോർഡ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് നിങ്ങൾ SM ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 രൂപയ്ക്കകത്തുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടും. ഇതിൻ്റെ പുറകു വശത്ത് വളരെ കൃത്യമായിട്ട് സ്പീക്കർ ഔട്ട്പുട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് റൈറ്റ് ഇൻപുട്ട് ലെഫ്റ്റ് ഗ്രൗണ്ട് അതും അവർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്താൽ ചിലപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ നിങ്ങൾക്ക് ഇത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ ഒരു ചാർജർ വെച്ചിട്ടോ നമ്മുടെ വീട്ടിലൊക്കെ 12 വോൾട്ട് ഒരു 4 ആമ്പിയറോ 3 ആമ്പിയറോ ഒക്കെ ഉള്ള ചെറിയ ചാർജറുകളൊക്കെ കാണും. ആ ചാർജറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നെ USB മോഡ്യൂളിന് സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു പവർ സപ്ലൈ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബോർഡിൽ നിന്നും ഈ ബോർഡിൻ്റെ പ്രശ്നമല്ല, അത് USB മോഡ്യൂളിൻ്റെ പ്രശ്നമാണ്. കി എന്നൊരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ പല ആൾക്കാരും അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്ലാസ് ഡി ബോർഡിൽ അങ്ങനെ കൊടുക്കുന്ന സമയത്ത്. പിന്നെ FM റേഡിയോ നമുക്ക് കിട്ടത്തില്ല. USB മോഡ്യൂൾ ആയാലും വേറെ ഒരു FM ട്യൂണറിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മളിത് കൊടുത്ത് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് FM-ൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. അത് ക്ലാസ് ഡി ബോർഡിൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. ആ ഫ്രീക്വൻസി FM-ൻ്റെ ഫ്രീക്വൻസി അത് കട്ട് ചെയ്ത് കളയോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഒരു ബോർഡിൻ്റെ വിശേഷം. നല്ല ബോർഡാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കി. 3116, അതായത് TPA 3116 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രബിളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചിപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ട് ബാസ് ട്രബിളൊക്കെ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ ട്രബിൾ ഒരു അല്പം കൂടുതലായിട്ട് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത്ര മോശമൊന്നുമല്ല, നല്ല ബോർഡ് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയുള്ള സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുക്കാതിരുന്നാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ മോണോ ബോർഡാണ്. TPA 3116 ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള, അതായത് ലെഫ്റ്റ് റൈറ്റിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു മോണോ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പവർ സപ്ലൈ 8 വോൾട്ട് തൊട്ട് ഈ പറയുന്ന 24 വോൾട്ട് വരെ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു മാക്സിമം ഔട്ട്പുട്ട് എന്ന് അവർ പറയുന്നത് 100 വാട്ടാണ്. ഇതിൻ്റെ ബോർഡിൻ്റെ നമ്പർ ഗോൾഡ് A542 ആണ്. അതാണ് ഇതിൻ്റെ ഒരു കോഡിങ് വരുന്നത്. ഇതും ചൈനീസ് പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ബോർഡ് പോലെ തന്നെയാണ് വരുന്നത്. ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗെയിനറൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ ഗെയിനർ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു ഇത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു പ്രീസെറ്റ് ഉണ്ട്, ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രീസെറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ബോർഡിനകത്ത് ഇതിനകത്ത് ഒരു ഗെയിനർ IC ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗെയിൻ മാറുന്നതിന് വേണ്ടി ഒരു ഗെയിനർ IC കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മളൊരു സബ് ഫിൽറ്ററിൽ നിന്നായിരിക്കും ഇതിനകത്തേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ആ സമയത്ത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മളൊരു സിഗ്നൽ കൊടുത്താലും നമുക്ക് ഗെയിൻ എന്നുള്ള രീതി ഗെയിനായിട്ട് തന്നെ ഇതിനകത്ത് കൂട്ടാൻ പറ്റും. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു സബ് ഫിൽറ്ററിൽ നിന്നും വരുന്ന ഗെയിനിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നല്ലൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ TPA 3116-ൻ്റെ മോണോ ബോർഡാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ബ്രിഡ്ജ് ചെയ്തിട്ട് വച്ചിരിക്കുന്നത്. ഒറ്റ IC തന്നെയാണ്, ഒരു IC തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിനെ ലെഫ്റ്റ് റൈറ്റിനെ ബ്രിഡ്ജ് ചെയ്ത് വച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീസെറ്റ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഗെയിനിനെ, അതായത് സബിൻ്റെ ഫിൽറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഗെയിനിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 12 ഇഞ്ചിൻ്റെ സബ് വൂഫർ കൊടുക്കാം, 8 ഇഞ്ചിൻ്റെ കൊടുക്കാം, 6 ഇഞ്ചിൻ്റെ കൊടുക്കാം, 10 ഇഞ്ചിൻ്റെ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് മാക്സിമം നമ്മൾ 24 വോൾട്ട് കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന 100 വാട്ട് അവർ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് 100 വാട്ട് കിട്ടണമെന്നില്ല, നമുക്ക് ചിലപ്പോൾ തൊട്ട് താഴെ ഒരു 80 വാട്ടോ അല്ലെങ്കിൽ 90 വാട്ട് അത്രയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു ഡാറ്റ ഷീറ്റ് പ്രകാരം 100 വാട്ട് പറയുന്നുണ്ട്. ഈ ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 വാട്ട് കിട്ടുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തന്നെ കിട്ടണമെന്നില്ല. പിന്നെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പല ആൾക്കാരും ഇപ്പോൾ കമൻറ്റ് കഴിഞ്ഞ് മുമ്പ് ക്ലാസ് ഡിയുടെ ബോർഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, യൂസ് ആൻഡ് ത്രോ ആണ്, ഇത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കംപ്ലൈൻ്റ് ആയി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റായി കൊടുക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ, വീട്ടിൽ നല്ല സ്പീക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സ്പീക്കറിൻ്റെ കോയിലൊന്നും പ്രശ്നമില്ലാത്ത സ്പീക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കുഴപ്പമില്ല, എത്ര നാൾ വേണമെങ്കിലും ഇത് വർക്കാവും. ഈ സ്പീക്കറൊക്കെ കോയിലൊക്കെ കംപ്ലൈൻ്റ് ആയ സ്പീക്കറൊക്കെ പിടിച്ച് ഇതിനകത്ത് കൊടുത്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ബോർഡിൻ്റെ ചിപ്പ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ ഒരു ആമ്പല്ല, ഏത് ആംപ്ലിഫയർ ആണെങ്കിലും സ്പീക്കർ ഷോർട്ടായിട്ടുള്ള ഏതെങ്കിലും പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പീക്കർ അടിച്ചങ്ങ് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആമ്പ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചിപ്പ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല സ്പീക്കർ കൊടുത്ത് പാട്ട് കേൾക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ കണക്ഷൻ കൊടുത്ത് പാട്ട് കേൾക്കാൻ ശ്രമിക്കുക. സപ്ലൈ ഓൺ ചെയ്തിട്ട് ആ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് ഓൺ ചെയ്തിട്ടതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം അത് പിടിച്ച് കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ക്ലാസ് ഡി ബോർഡ് കംപ്ലൈൻ്റ് ആയി ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പവർ സപ്ലൈ ഓൺ ചെയ്തിട്ട് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് സ്വാഭാവികമാണ്. നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കപ്പാസിറ്ററൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, SMB സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രാൻസ്ഫോമർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബോർഡ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോമർ സപ്ലൈ കൊടുത്ത് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസ്, പൈസ കൂടുതലാവും. SMBs ആണെങ്കിൽ അത്രയും പൈസ ആകുന്നില്ല. ഒരു 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ, അല്ലെങ്കിൽ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ SMBs ഓൺലൈനായാലും ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് കൊടുത്താലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും.
നല്ല ബോർഡ് തന്നെയാണ്. പല ആൾക്കാരും കുറ്റം പറയുന്നുണ്ട്. ആ കുറ്റം പറയുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കൊടുത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് കാണുന്നുണ്ട്. ഈ ഒരു ഹീറ്റ് സിങ്ക്, ആ ഒരു ഹീറ്റ് സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവും. അത് വലിയ ഹീറ്റൊന്നും അല്ല, എന്നാലും നല്ല രീതിയിൽ ഹീറ്റ് ആവും. പക്ഷേ നമുക്കിത് ഫോഴ്സ്ഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കൂളിംഗ് സിസ്റ്റം ഒന്നും കൊടുക്കണ്ട. ഫാനിൻ്റെ ഒന്നും ഒരു ആവശ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഹീറ്റ് സിങ്ക് ചൂടാവും. കാര്യം ഐ സി ചെറിയ രീതിയിൽ ചൂടാവുന്ന ഒരു ഐ സി തന്നെയാണ് ആ 3116 എന്ന് പറയുന്ന ഐ സി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കൂളിംഗ് ഫാൻ വയ്ക്കണം എന്ന് നമുക്ക് തോന്നിയാലും അത് വയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ പെർഫെക്റ്റായിട്ട് അത് വർക്ക് ആയിക്കോളും. കാര്യം ഈ ഒരു ഹീറ്റ് സിങ്ക് അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു ഹീറ്റ് സിങ്ക് തന്നെയാണ്. DC സപ്ലൈ കൊടുക്കേണ്ട ടെർമിനൽ ഈ ഒരു ഭാഗത്താണ്. പോസിറ്റീവ് നെഗറ്റീവ് അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത്, സ്പീക്കറിൻ്റെ പ്ലസും മൈനസും ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗം ഇത് തന്നെയാണ്. നമുക്ക് ഇവിടെ 12 ഇഞ്ചിൻ്റെ സബ് വൂഫർ 8 ohmsോ 4 ohmsോ കൊടുക്കാം. കൂടാതെ തന്നെ നമുക്ക് തൊട്ട് താഴെയുള്ളതും കൊടുക്കാം. 15 ഇഞ്ചെന്ന് ഇതിൽ പിടിക്ക് കൊടുത്തു കളയല്ലേ. സത്യം പറഞ്ഞാൽ അത് വർക്കാവുന്നത് അതൊരു നല്ല രീതിയല്ല, കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 12 ഇഞ്ചിൻ്റെ സബ് വൂഫർ കൊടുക്കാം, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 10 ഇഞ്ചും 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത് വർക്കാവും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ കോണൊക്കെ വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോയിലിനെയും ആ പേപ്പർ കോണിനെയൊക്കെ പിടിച്ച് അനക്കുന്ന രീതിയിൽ ഇത് വർക്ക് ആക്കിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ 10 ഇഞ്ചും 8 ഇഞ്ചും വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെക്ക് ചെയ്തതും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. ഫുള്ളി SMD ആണ്. മൊത്തം SMD കമ്പോണൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇത്രയും ചെറുതാക്കി വയ്ക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നല്ല ഒരു വർക്കിംഗ് പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടും. നല്ല സബ് ഫിൽറ്റർ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല സബ് വൂഫറിൻ്റെ ഫിൽറ്റർ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് ഏകദേശം, അതായത് നമ്മുടെ ഈ ഒരു 2 ബോർഡിൻ്റെയും പ്രൈസ് ഒരു 500 രൂപയ്ക്കകത്തുള്ള പ്രൈസാണ് ഇതിന് രണ്ടിനും വരുന്നത്. പക്ഷേ നമുക്ക് ആമസോണിൽ പോകുന്ന സമയത്ത് നമുക്ക് 700, 800 പല സെല്ലറും പല വിലയ്ക്കാണ് ഈ സാധനം വിൽക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് 500 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസ് മണിയാണ് നമ്മളിപ്പോൾ ഇതിന് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് തമ്പാനൂർ, ട്രിവാൻഡ്രം, നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷിപ്പിംഗ് അയച്ചു തരുന്ന, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 10-50 രൂപ കൂടുതലാവും. എന്നാലും നിങ്ങൾക്കത് ലാഭം തന്നെയാണ്. ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അത്രയും ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് മണി ഒരു 500 രൂപയ്ക്ക് താഴോട്ട് ഏതെങ്കിലും സൈറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ആമസോണിൽ ഏകദേശം 800 രൂപ ഇപ്പോഴും വില കാണിക്കുന്നുണ്ട്. 800, 840 പല സെല്ലർമാരും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 500 രൂപയ്ക്ക് ഈ 2 ബോർഡും 500 രൂപയ്ക്ക് ഓക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് മണി ഓക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അത് പോയിട്ട് ശ്രീജിത്തേട്ടനാണ് SM ഇലക്ട്രോണിക്സിൻ്റെ ഓണർ. അപ്പോൾ പുള്ളി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത്. വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നല്ലൊരു കാര്യമാണ്. ആമസോണിൽ നിന്ന് വരുന്ന സാധനം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കൈ കിട്ടുമ്പോഴേ അത് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, സാധനം ഓർഡർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ 2 ബോർഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, കോമ്പാക്റ്റാണ്, കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഈ 2 ബോർഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗെയ്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.